ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. അതിൽ പ്രേയിങ് ഹാൻഡ്സ് എന്ന ഈ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേയുള്ള ഈ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹാവ് യു എവർ വണ്ടേർഡ് അബൌട്ട് ദ സ്റ്റോറീസ് ബിഹൈൻഡ് ദ ഫേമസ് പെയിൻറ്റിങ്സ്? ഈ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സിന് പിന്നിലുള്ള പല കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്ഭുതകരമായ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആശ്ചര്യപ്പെടുത്തുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ? പല പെയിൻറ്റിങ്സിന് പിന്നിൽ വേറൊരു കഥകളുണ്ടാവും അല്ലേ? ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് ദ ക്ലാസിക്കൽ പെയിൻറ്റിങ് പ്രേയിങ് ഹാൻഡ്സ്. ഇവിടെ ഒരു സ്റ്റോറിയാണ് എന്തൊരു ക്ലാസിക്കൽ പെയിൻറ്റിങ് പ്രേയിങ് ഹാൻഡ്സ് അല്ലെ. പ്രേയിങ് ഹാൻഡ്സ് എന്നൊരു എന്താണ് പെയിൻറ്റിങ്ങിൻ്റെ കുറിച്ചിട്ട് എന്താണ് ഒരു സ്റ്റോറിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ലെറ്റസ് റീഡ്, നമുക്ക് വായിക്കാം. പ്രേയിങ് ഹാൻഡ്സ്. പ്രേയിങ് ഹാൻഡ്സ് പറഞ്ഞാൽ എന്താണ് പ്രേയിങ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക അല്ലെ. പ്രാർത്ഥിക്കുന്ന കൈകളാണ് അല്ലെ. ബാക്ക് ഇൻ ദ 15th century in a tiny village in Germany lived the Durer family with 18 children. എന്താണ് ഇവിടെ പറയുന്നത്? 15ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ 18 കുട്ടികളുമായി ഡ്യൂറർ ഫാമിലി താമസിച്ചിരുന്നു. എത്രയാണ്? 18. യെസ്, 18 അല്ലേ. 18 കുട്ടികളായിട്ട് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? ജസ്റ്റ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദിസ് ബിഗ് ഫാമിലി ദ ഫാദർ ഹു ഹാസ് ഗോൾഡ് സ്മിത്ത് ബൈ പ്രൊഫഷൻ. എന്താണ് ഈ 18 കുട്ടികൾക്ക് എന്താണ് ഭക്ഷണം കൊടുക്കണം അല്ലേ, വേണ്ടേ? അപ്പോൾ എന്താണ് ഈ വലിയ കുടുംബത്തിന് ഭക്ഷണം മേശപ്പുറത്ത് വെക്കാൻ തൊഴിൽപരമായ ഒരു സ്വർണ്ണപ്പണിക്കാരനായ അച്ഛനുണ്ട് അല്ലേ. ഏകദേശം 18 മണിക്കൂർ എന്താണ് അയാൾ ജോലി ചെയ്തു അല്ലെ. വർക്ക്ഡ് ഓൾമോസ്റ്റ് 18 hours അല്ലേ. ഒരു ദിവസം എത്ര 24 hour ആണല്ലോ അല്ലേ. അതിൽ 18 hour എന്താണ് അയാൾ വർക്ക് ചെയ്തു അല്ലേ. ഹി ഓൾസോ ടുക്ക് ഓൺ എനി അതർ പേയിങ് ജോബ് ഹി കുഡ് ഫൈൻഡ് ഇൻ ദ നൈബർഹുഡ്. പിന്നെ അയാൾ എന്താ ചെയ്തത്? ഇത് മാത്രമല്ല, അത് കൂടാതെ അയാൾ എന്താക്കി അയൽപക്കത്ത് കിട്ടുന്ന ശമ്പളത്തിൽ എന്തായാലും മറ്റേതെങ്കിലും ജോലിയും അയാൾ എന്താക്കി ചെയ്യാൻ തുടങ്ങി അല്ലേ. ഡെസ്പൈറ്റ് ദെയർ ഹോപ്പ്ലെസ് കണ്ടീഷൻ, 2 of the older children, Albrecht and Albert. ഒന്ന് ആൽബ്രറ്റ് ആണ്, മറ്റേ ആൽബർട്ട് ആണ് കേട്ടോ. ഹെഡ് എ ഡ്രീം. ഇതിൻ്റെ എന്താണ് ഈ ഹോപ്പ്ലെസ് ആയിട്ടുള്ള കണ്ടീഷൻ നിരാശാജനകരമായ അവസ്ഥ ഉണ്ടായിരുന്നിട്ട് എന്താണ് അവരിൽ 2 ഓൾഡർ ചിൽഡ്രൻ ഉണ്ട് അല്ലേ, ആൽബ്രറ്റും ആൽബർട്ടും അല്ലേ. അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്താണ്? ദേ ബോത്ത് വാണ്ടഡ് ടു പെർസ്യൂ ദെയർ ടാലൻറ്റ് ഫോർ ആർട്ട്. അവർക്ക് എന്താണ് അവരുടെ തൊഴിൽപരമായ അവരുടെ ആർട്ടിലാണ് അവരുടെ താല്പര്യം അല്ലേ. ആ ആർട്ടിൽ കലയിൽ തങ്ങളുടെ കഴിവുകൾ പിന്തുടരാൻ എന്താണ് 2 പേരും എന്താക്കി ആഗ്രഹിച്ചു അല്ലേ. പക്ഷേ എന്താണ് അവരെ അക്കാദമിയിൽ ചേർക്കാൻ അല്ലേ. ബട്ട് ദേ ന്യൂ ദാറ്റ് ദെയർ ഫാദർ വുഡ് നെവർ ബി ഏബിൾ ടു സെൻഡ് ദം ടു സ്റ്റഡി അറ്റ് ദ അക്കാദമി. അക്കാദമിയിൽ ചേർക്കാൻ പഠിക്കാൻ അവരെ അക്കാദമിയിൽ പഠിക്കാൻ വിടാൻ അയക്കാൻ അച്ഛന് കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു അല്ലേ. എന്നാലും അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ടാലൻറ്റ് ആർട്ടിൽ അവരുടെ ടാലൻറ്റ് തെളിയിക്കണം എന്നും അതിൽ പഠിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു 2 പേർക്കും അല്ലേ. ആൽബ്രറ്റിനും ആൽബർട്ടും 2 ആൾക്കാരാണ്. ഓക്കെ. ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻ, അങ്ങനെ ഒരുപാട് ഡിസ്കഷന് ശേഷം ദ 2 boys ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്ട്. ദേ വുഡ് ടോസ് എ കോയിൻ. ലാസ്റ്റ് 2 boys എന്താക്കി ടോസ് ചെയ്യാൻ തീരുമാനിച്ചു. ദ ലോസർ വുഡ് ഗോ ഡൗൺ ഇൻ ടു ദർ നിയർ ബൈ മൈൻസ്. അപ്പോൾ എന്താണ് ആ ടോസ് ചെയ്തിട്ട് ടോസ് ചെയ്തിട്ട് കിട്ടാത്ത ആളെന്താക്കണം? മൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗനി അല്ലെ. ഗനിയിൽ പോയി പണിയെടുക്കണം. ഹിസ് ഏർണിങ്സ് വുഡ് സപ്പോർട്ട് ഹിസ് ബ്രദർ ടു സ്റ്റഡി അറ്റ് ദ അക്കാദമി. അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് മറ്റേ ബ്രദറിന് എന്താക്കണം? അക്കാദമിയിൽ പഠിപ്പിക്കണം. ഇൻ 4 years ദ ബ്രദർ ഹു വൺ ദ ടോസ് വുഡ് കംപ്ലീറ്റ് ഹിസ് സ്റ്റഡീസ്. അപ്പോൾ ആ ടോസിൽ വിജയിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ അയാൾ അക്കാദമിയിൽ പോയി 4 വർഷം പഠിച്ച് അയാൾ അത് കംപ്ലീറ്റ് ആക്കണം. ഹി വുഡ് ദെൻ സപ്പോർട്ട് ഹിസ് ബ്രദർ ടു ഗോ ടു ദ അക്കാദമി. അതിന് ശേഷം അയാൾ തിരിച്ചു വന്നിട്ട് അയാളെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മൈനിൽ പണിയെടുക്കുന്ന ആളെന്താക്കണം? അക്കാദമിയിലേക്ക് വിടണം. എന്നിട്ട് ആ ബ്രദറിന് പഠിക്കാനുള്ള ചെലവുകളൊക്കെ ഈ ബ്രദർ നിർവഹിക്കണം. ഓക്കെ. ഇഫ് നെസസറി ഹി വുഡ് ഈവൻ വർക്ക് ഇൻ ദ മൈൻസ് ഫോർ ദാറ്റ്. അപ്പോൾ പഠിച്ചു വന്ന ആൾക്ക് പഠിച്ചു വന്ന ആൾ എന്താക്കണം? മൈൻഡിൽ പോയി പണിയെടുക്കണം എന്ന ആവശ്യമാണെങ്കിൽ അതും ചെയ്യണം എന്നാണ് പറയുന്നത്, മറ്റേ ആളെ പഠിപ്പിക്കാൻ. ഓക്കെ. ഇതാണ് ഹാൻഡ് കണ്ടോ, പ്രേയിങ് ഹാൻഡാണ് കേട്ടോ. കണ്ടോ ഈ ചിത്രം ശ്രദ്ധിക്കുക കേട്ടോ. പെയിന്റിംഗ് ബൈ ആൽബർട്ട് ഡ്യൂറർ.
ആൽബ്രറ്റ് ഡ്യൂറർ വരച്ചതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ എന്താക്കി ടോസ് ചെയ്ത് അല്ല, ടോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു സൺഡേ മോർണിംഗ് ആഫ്റ്റർ ചർച്ചിന് ശേഷം ദേ ടോസ് ദ കോയിൻ ദാറ്റ് വുഡ് ഡിറ്റർമിൻ ദെയർ ഫ്യൂച്ചർ. അവരെന്താക്കി ടോസ് ചെയ്ത് അല്ലേ, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള അതിനെ ടോസ് ചെയ്യാൻ തീരുമാനിച്ചു. ആൽബ്രറ്റ് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ, ആൽബ്രറ്റ് ഡ്യൂറർ അല്ലെ യങ്ങർ ബ്രദർ അല്ലെ, ചെറിയ ബ്രദർ അല്ലെ, വൺ ദ ടോസ്. അങ്ങനെ അവനാണ് കിട്ടിയത് അല്ലേ, ചെറിയ ബ്രദറിനാണ് കിട്ടിയത്. അവന്റെ പേരാണ് ആൽബ്രറ്റ്. ഓക്കെ, ആൻഡ് വെന്റ് ഓഫ് ടു ദ അക്കാദമി. അവൻ ആ ടോസ്റ്റ് കിട്ടിയോണ്ട് അവൻ എന്താക്കി അക്കാദമി പോയി. ആൽബർട്ട് went down into the dangerous mines and for the next 4 years supported his brother. അപ്പോൾ ആൽബർട്ട് മറ്റേ ആൽബ്രറ്റ് കേട്ടോ, ആൽബ്രറ്റിനാണ് എന്ത് അക്കാദമി പോയിട്ട് അക്കാദമി പോയി പഠിക്കാനുള്ള ചാൻസ് കിട്ടിയത് അല്ലേ. ആൽബർട്ട് എന്താക്കി, അവൻ ആ ഡേഞ്ചറസ് മൈൻഡിലേക്ക് അല്ലെ, ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഖനിയിലേക്ക് പോയി അവിടെ പണിയെടുക്കാൻ തുടങ്ങി അല്ലെ. 4 വർഷം എന്താക്കി പണിയെടുക്കാൻ അവന്റെ ബ്രദറിനെ പഠിപ്പിക്കാനുള്ള പൈസ അവൻ ഉണ്ടാക്കുകയാണ്. ആൽബ്രറ്റ്സ് വർക്ക് അറ്റ് ദ അക്കാദമി വാസ് ഓൾമോസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് സെൻസേഷൻ. ആൽബ്രറ്റിന്റെ വർക്ക്, അക്കാദമിയിലുള്ള ആൽബ്രറ്റിന്റെ വർക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് സെൻസേഷൻ തന്നെയായിരുന്നു. Albrecht's etchings, his woodcuts and his oil painting were far better than those of most of his professors. By the time he graduated, he was beginning to earn a considerable fee for his works. എന്താണ് ഈ ആൽബ്രറ്റിന്റെ കൊത്തുപണികളൊക്കെ അല്ലെ, അവന്റെ കൊത്തുപണികൾ, മരം മുറിക്കലുകൾ അല്ലെ, എന്താണ് വുഡ് കട്ട്സ്, പിന്നെ അതുപോലെ ആർട്ടിലുള്ള കഴിവുകളാണൊക്കെ അതല്ലേ, പിന്നെ എന്താണ് ഓയിൽ പെയിന്റിങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ മിക്ക പ്രൊഫസേഴ്സിന്റെ ഒക്കെ എന്താണ് അവരെക്കാളും മികച്ചതായിരുന്നു അവൻ്റെത് അല്ലെ. അങ്ങനെ ഈ ഗ്രാജുവേറ്റ് എടുത്തപ്പോൾ ബിരുദം നേടിയപ്പോഴേക്കും തന്റെ ജോലികൾക്ക് എന്താണ് അവന് വരുമാനം കിട്ടാൻ തുടങ്ങി, അല്ലെ, വരുമാനം ലഭിക്കാൻ തുടങ്ങി അല്ലെ. When the young artist returned to his village, the Durer family held a festive dinner on their lawn to celebrate his homecoming. It was a long and memorable meal filled with the music and laughter. At the end, Albrecht rose from his honored position at the head of the table. He drank a toast to his beloved brother for the years of sacrifice that had enabled him to fulfill his ambition. His closing words were, "And now, Albert, blessed brother of mine, now it is your turn. Now you can go to the academy to pursue your dream and I will take care of you." അപ്പോൾ എന്താണ് ആ ടോസിൽ പറഞ്ഞ മാതിരി തന്നെ അവനെ എന്താക്കി, അവനെ അവിടെ എന്താണ് പഠിച്ച് നല്ലൊരു ഗ്രാജുവേറ്റ് ഒക്കെ ആയി എന്താക്കി അവൻ തിരിച്ചു വന്നു അല്ലേ. അപ്പോൾ അവൻ എന്താണ് യങ് ആർട്ടിസ്റ്റ് ആയിട്ട് അവൻ തിരിച്ചു വന്നു. വില്ലേജ് വന്നപ്പോൾ അവൻ എന്താക്കി, ഡ്യൂറർ ഫാമിലി എന്താക്കി, നല്ലൊരു ഫെസ്റ്റീവ് ആയിട്ടുള്ള ഡിന്നർ കൊടുത്തില്ല, നല്ല അതായത് ആൾക്കാരെയൊക്കെ വിളിച്ച് അവനൊരു സ്വീകരണം കൊടുത്തില്ലേ. ഓൺ ദെയർ ലോൺ ടു സെലിബ്രേറ്റ് ഹിസ് ഹോം കമ്മിങ്. അവൻ തിരിച്ചു വരുന്നതിന് ഒരു എന്താണ് ഒരു നല്ല ഡിന്നറൊക്കെ കൊടുത്ത് എല്ലാവരെയും ഒക്കെ വിളിച്ച് എന്താണ് ഒരു ഫംഗ്ഷൻ ആക്കി നടത്തി. ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ. കുറേ കാലമായിട്ട് നല്ലൊരു മെമ്മറബിൾ മീൽ ഫീൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫർ. എന്താണ് നല്ല മ്യൂസിക്കും ചെരിയും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ. At the end, Albrecht rose from his honored position at the head of the table. അപ്പോൾ എന്താണ് എന്താ അവിടെ പറയുന്നത്, അപ്പൊ യങ് ആർട്ടിസ്റ്റ് ആണ് അവനില്ലേ. അപ്പൊ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ എന്താണ് ഈ ഡ്യൂറർ ഫാമിലി അദ്ദേഹത്തിന് വീട്ടിലേക്കുള്ള വരവ് ആഘോഷിക്കുന്നതിനായി അവിടെ എന്താണ് ഒരു ഉത്സവ അത്താഴം നടത്തി. സംഗീതവും ചിരിയും നിറഞ്ഞ ദീർഘവും അവിസ്മരണീയവുമായ ഒരു ഭക്ഷണമായിരുന്നു അതല്ലേ. അവസാനം എന്താക്കി, ആൽബ്രറ്റ് മേശയുടെ തലയിലെ തന്റെ ബഹുമാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റു. തന്റെ അഭിലാഷം സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാക്കിയ വർഷങ്ങളുടെ ത്യാഗത്തിനായി അവൻ തന്റെ പ്രിയപ്പെട്ട സഹോദരന് ഒരു ഇത് കൊടുത്തു അല്ലെ. അദ്ദേഹത്തിന് എന്താണ് അവസാന വാക്കുകൾ എന്തായിരുന്നു, ഹിസ് ക്ലോസിംഗ് വേർഡ്സ് വെർ, "ആൻഡ് നൗ ആൽബർട്ട് ബ്ലെസ്ഡ് ബ്രദർ ഓഫ് മൈൻ, നൗ ഇറ്റ് ഈസ് യുവർ ടേൺ." ഇനി നിന്റെ ടേൺ ആണല്ലേ. ഞാൻ ഇപ്പോൾ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങി കിട്ടിയിട്ടുണ്ട് അല്ലേ, എന്താണ് അതൊന്ന് വരുമാനം കിട്ടുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെ ടേൺ ആണ് അല്ലേ. അപ്പോൾ ആ ടോസിൽ പറഞ്ഞെന്തായിരുന്നു, 4 വർഷം പഠിക്കാനുള്ള പൈസ ആദ്യം എന്താണ് ടോസിൽ തോൽക്കുന്ന ആൾ കൊടുക്കുന്നല്ലേ. അപ്പം അത് സംഭവിച്ചു. ഞാൻ 4 വർഷം കഴിഞ്ഞതിന് ശേഷം എന്താക്കി പഠിച്ച് തിരിച്ചു വന്നു അല്ലേ. ഇനി ടേൺ ആരുതാണ്, അപ്പം മൈൻഡിൽ പണിയെടുത്താക്കാണ് അല്ലേ. അപ്പോൾ പറഞ്ഞാൽ എന്താണ്, ഇനി നിങ്ങളുടെ ടേൺ ആണല്ലേ. നൗ യു ക്യാൻ ഗോ ടു ദ അക്കാദമി. നിങ്ങൾക്ക് എന്താക്കുക, അക്കാദമി പോവുക, ടു പെർസ്യൂ യുവർ ഡ്രീം, നിങ്ങളുടെ ഡ്രീം സാക്ഷാത്കരിക്കാൻ അല്ലേ. ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു, ഞാൻ നിങ്ങളെ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ അതിന്റെ പൈസ ഇതൊക്കെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. ഓൾ ദ ഹെഡ്സ് ടേൺ ഇൻ ഈഗർ എക്സ്പെക്ടേഷൻ ടു ദ ഫാർ എൻഡ് ഓഫ് ദ ടേബിൾ വേർ ആൽബർട്ട് സാറ്റ്. അപ്പൊ എന്താണ് അപ്പൊ അവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അല്ലെ. എല്ലാരെയും വിളിച്ചിട്ടാണ് ഇതൊക്കെ കൊടുത്തിരുന്നില്ലേ, വിരുന്ന് ആഘോഷിച്ചത് അല്ലേ. അപ്പൊ എല്ലാരും ഇത് കേട്ടപ്പോ ഈ ആൽബർട്ടിന്റെ അടുത്തേക്ക് തിരിഞ്ഞില്ലേ. ടിയേഴ്സ് were streaming down in his pale face.
ടിയർ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണുനീര് അല്ലെ. കണ്ണുനീര് എന്താക്കി, അവന്റെ പെയിൽ ഫേസ് എന്ന് പറഞ്ഞാൽ വിളറി വെളുത്ത മുഖത്ത് നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഒഴുകുകയാണ് അല്ലെ. ഷേക്കിംഗ് ഹിസ് ലോവേർഡ് ഹെഡ്, ഇങ്ങനെ തല കുലുക്കി അല്ലെ. ഫ്രം സൈഡ് ടു സൈഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല കുലുക്കി. ഹി സോബ്ഡ് ആൻഡ് റിപ്പീറ്റഡ്, അവന് സോബ്ഡ് പറഞ്ഞാൽ എന്താ, തേങ്ങിക്കറിയാണ് അല്ലെ. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ, ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാണല്ലേ. നോ 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 എന്നിങ്ങനെ പറയാണല്ലേ. ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്ഡ് ദ ടിയർ ഓൺ ഹിസ് ചീക്സ്. ഫൈനലി ആൽബർട്ട് എന്താക്കി, എണീറ്റില്ലേ. എന്നിട്ട് എന്താക്കി, അവന്റെ കവിളിൽ നിന്ന് ആ കണ്ണുനീര് തുടച്ചെടുത്തു. ഹി ഗ്ലാൻസ് ഡൗൺ ദ ലോങ് ടേബിൾ അറ്റ് ദ ഫേസസ് ഹി ലൗഡ്. അവനെന്താക്കി, ആ ലോങ് ടേബിളിന്റെ അവിടേക്ക് എന്താണ്, ഗ്ലാൻസ് ഡൗൺ ദ ലോങ് ടേബിൾ അറ്റ് ദ ഫേസസ് ഹി ലൗഡ്. അവന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് അവൻ നോക്കി അല്ലെ. Then holding his hands close to his right cheek, he said softly. എന്താണ്, അവന്റെ കൈയും പിടിച്ചിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, വലത് കവിളിൽ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് പതുക്കെ പറഞ്ഞു അല്ലെ. നോ ബ്രദർ, ഇല്ല സഹോദര. എന്താണ്, ഐ കനോട്ട് ഗോ ടു ദ അക്കാദമി, എനിക്ക് അക്കാദമിയിൽ പോകാൻ കഴിയില്ല. ഇറ്റ് ഈസ് ടു ലേറ്റ് ഫോർ മീ, എന്താണ്, എനിക്ക് വളരെ വൈകിപ്പോയി അല്ലെ. ലുക്ക് വാട്ട് 4 years in the mines have done my hand. ഈ 4 വർഷത്തിന് മൈൻസ് എന്റെ കൈകളിലോട് ചെയ്തത് എന്താന്ന് നോക്ക് എന്ന് പറഞ്ഞു അല്ലെ. The bones in every finger have been smashed at least once. I cannot even hold a glass to return your toast, much less make art on canvas with a pen or a brush. എന്താ പറഞ്ഞേ, ഓരോ വിരലിലെയും എല്ലുകൾ ഒരിക്കലെങ്കിലും ഓരോന്ന് എന്താക്കിയിട്ട് തകർത്തിട്ടുണ്ട് അല്ലെ. ഈ മൈൻഡിൽ പണിയെടുത്തിട്ട് നിങ്ങളുടെ ഈ ആ ടോസ്റ്ററിനെ ഒരു കുടിക്കുന്ന അതാണ് കേട്ടോ, പാനിയാണ് കേട്ടോ. അതെന്താ, അത് തിരികെ നൽകാൻ എനിക്കൊരു ഗ്ലാസ് പോലും പിടിക്കാൻ എനിക്ക് കഴിയില്ല. അത്രയ്ക്ക് എൻ്റെ കൈവിരലുകളൊക്കെ എന്താണ്, പൊട്ടി തകർന്നിട്ടുണ്ട് അല്ലെ. പേനയോ ബ്രഷോ ഉപയോഗിച്ച് എന്താണ്, ക്യാൻവാസിൽ ആർട്ട് ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല അല്ലെ. എനിക്ക് എന്താണ്, ആ പെന്നോ ക്യാൻവാസ് പെന്നും ബ്രഷൊക്കെ പിടിക്കണ്ടേ, അതിന് വരെ എനിക്ക് കഴിയില്ല. അത്രയും എൻ്റെ കൈ എന്താണ്, തകർന്നിട്ടുണ്ട് ആ മൈൻഡിൽ പണിയെടുത്തിട്ട് എന്നാണ് അല്ലെ. നോക്കൂ ഈ ചിത്രം നോക്കുക, അവരാ ഫെസ്റ്റിവൽ എന്താണ് ആഘോഷിക്കുന്നത് എങ്ങനെയാണ് അല്ലെ. അപ്പം അവൻ തിരിച്ചു വരുന്നതിനുള്ള ആഘോഷത്തിന്റെ ഇടയിലാണ് ഇത് സംസാരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ക്യാൻവാസ് കേട്ടോ. More than 500 years have passed. 500 വർഷങ്ങൾ കഴിഞ്ഞു പോയി. By now hundreds of Albrecht Dürer's masterful portrait. അപ്പോൾ ആൽബ്രറ്റ് ഡ്യൂററിന്റെ ഒരുപാട് പോർട്രേറ്റ്, ഒരുപാട് ചിത്രങ്ങളുണ്ട്. മാസ്റ്റർഫുൾ ആയിട്ടുള്ള പോർട്രേറ്റ്സുകൾ ഒരുപാടുണ്ട്. പെൻ ആൻഡ് സിൽവർ പോയിന്റ് സ്കെച്ചസ്, വാട്ടർ കളേഴ്സ്, ചാർക്കോൾസ്, വുഡ് കട്ട്സ് ആൻഡ് കോപ്പർ ഇംപ്രഷൻസ് ഹാങ് ഇൻ എവറി ഗ്രേറ്റ് മ്യൂസിയം ഇൻ ദ വേൾഡ്. വേൾഡിന്റെ പല വലിയ വലിയ മ്യൂസിയത്തിനൊക്കെ എന്താണ്, ഈ ആൽബ്രറ്റ് ഡ്യൂററിന്റെ ഒരുപാട് പോർട്രേറ്റുകളും സ്കെച്ചസും വാട്ടർ കളേഴ്സും ചാർക്കോൾസും കോപ്പർ ഇംപ്രഷൻ ആയിട്ടുള്ള ഒക്കെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലോ എടുത്തു അല്ലേ. ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബ്രറ്റ് ഡ്യൂറർ വർക്ക്സ്. പക്ഷെ എന്താണ്, അധികം ആൾക്കാരും ഫെമിലിയർ ആയിട്ടുള്ള എന്താണ്, ആൽബർട്ട് ഡ്യൂററിന്റെ ഒരു വർക്കാണ് അല്ലേ. അതേതാണ്, ഈ വർക്കായിരിക്കും അല്ലേ. വൺ ഡേ ഹി ഡിസൈഡഡ്, ഈ എന്താണ് പറയാണ് കേട്ടോ, ഈ കഥയിലേക്ക് തിരിച്ചു വരികയാണ്. വൺ ഡേ അവൻ തീരുമാനിച്ചു, ഹി ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക അല്ലെ. ടു പേ ഹോമേജ് ടു ഹിസ് ബ്രദർ ആൽബർട്ട് ഫോർ ഓൾ ദാറ്റ് ഹി ഹാഡ് സാക്രിഫൈസ്ഡ്. അപ്പൊ എന്താണ്, ഈ ആൽബർട്ടാണല്ലോ ഈ ആൽബ്രട്ടിനെ അത്രയും വലിയ നിലയിലെത്തിച്ചത് അല്ലെ. അപ്പൊ എന്താണ്, ആ ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് എന്താക്കി, അതായത് ആൽബർട്ട് ചെയ്ത ത്യാഗമാണ് അല്ലെ അവരുടെ ഇത്രയും വലിയ പൊസിഷനിലെത്തുന്നത്. അപ്പൊ ആ ആൽബർട്ടിന് വേണ്ടിയിട്ട് എന്താണ്, എന്തെങ്കിലും ഒരു ഹോമേജ്, എന്താണ് ഹോമേജ് എന്ന് പറഞ്ഞാൽ എന്താ, ആദരവ് അല്ലെ, ആദരവ് പ്രകടിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആൽബ്രട്ട് ഡ്യൂറർ painstakingly drew his brother's abused hands with the palms held together with the thin fingers stretched skywards. എന്താണ്, ആൽബ്രട്ട് ഡ്യൂറർ എന്താണ്, തന്റെ സഹോദരന്റെ ദുരുപയോഗം ചെയ്യപ്പെട്ട കൈകൾ, ഇപ്പൊ ഒന്നിനും ഉപയോഗിക്കാൻ ഇതാക്കില്ലല്ലേ, അത്രയും കല്ലൊക്കെ പൊടിഞ്ഞെന്ന് പറയുന്നത് അല്ലെ. കൈകൾ ആകാശത്തേക്ക് നീട്ടിയ നേർത്ത വിരലുകൾ കൊണ്ട് കൈപ്പത്തികൾ വരച്ചു അല്ലെ. അതായത് ആകാശ സ്കൈവാർഡ്, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, പ്രേ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, മുകളിലേക്ക് ഉയർത്തുകയല്ലേ കൈ വരുന്നത് അല്ലെ, വിരലുകളൊക്കെ മേലോട്ടേക്ക് സ്കൈവാർഡിലേക്കാണുള്ളത് അല്ലെ. അപ്പൊ ആ കൈവിരലുകൾ അങ്ങനെ വരച്ചു അല്ലെ. ഹി കോൾഡ് ഹിസ് പവർഫുൾ ഡ്രോയിങ് സിംപ്ലി ഹാൻഡ്സ്. അപ്പൊ അവന്റെ ഈ പവർഫുൾ ഡ്രോയിങ്ങിനെ അവൻ എന്താണ്, ഈ ആൽബർട്ട് ഇതാക്കിയത് എന്താണ്, ആൽബ്രറ്റ് വിളിച്ച് ഓൺലി സിംപ്ലി ഹാൻഡ്സിനെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. പക്ഷെ എന്താണ്, വേൾഡ് മൊത്തം, ലോകം മൊത്തം എന്താണ് അതിനെ റീനെയിം ചെയ്തു അല്ലെ. എന്താണ്, ലവേഴ്സ് ദ പ്രേയിങ് ഹാൻഡ് അല്ലെ, പ്രാർത്ഥിക്കുന്ന കൈകൾ എന്നും പറഞ്ഞിട്ട് എന്താക്കി, വേൾഡ് ലോകം മൊത്തം എന്താക്കി, അതിനെ മാറ്റി അല്ലെ. ദ നെക്സ്റ്റ് ടൈം യു സീ എ കോപ്പി ഓഫ് ദ ടച്ചിങ് ക്രിയേഷൻ ടേക്ക് എ
സെക്കൻഡ് ലുക്ക് എന്താണ്, അടുത്ത തവണ എന്താണ് നിങ്ങൾ ആ ഹൃദയസ്പർശിയായ സൃഷ്ടിയുടെ ഒരു പകർപ്പ് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്കത് അതിൻ്റെ അത് മനസ്സിലാവും. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ആ ചിത്രം ഒന്നും കൂടി നോക്കുക. നമ്മളെ ചാപ്റ്ററിൻ്റെ പേരെന്ന് എന്താണ്, പ്രേയിങ് ഹാൻഡ് ഇതാണ് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പം നമ്മൾ ആ ഇതിലേക്ക് ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് സ്റ്റോറിയൊക്കെ മനസ്സിലായി അല്ലേ. അപ്പോൾ സ്റ്റോറി മനസ്സിലായതിനു ശേഷം ഒന്നും കൂടി ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആ ഹൃദയസ്പർശിയായ സൃഷ്ടിയുടെ ഒരു പകർപ്പ് തന്നെ നമുക്ക് മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് പറയുന്നത്. ലെറ്റ് us റിമെമ്പർ ദാറ്റ് നോ വൺ എവർ മേക്സ് ഇറ്റ് അലോൺ. എന്താണ്, ആരും ഒരിക്കലും ഒറ്റയ്ക്ക് ഉണ്ടാകുന്നില്ലെന്ന് നമുക്ക് ഓർക്കാം അല്ലേ. ഇതാണ് നമ്മുടെ സ്റ്റോറി കേട്ടോ. അപ്പോൾ എന്താണ്, ഇത് പ്രേയിങ് ഹാൻഡ്സ് ആണ്. ഇത് എന്താണ്, ആൽബ്രട്ടും ആണ് അല്ലേ. അവർ ആ ഫാമിലിയിൽ പാവപ്പെട്ട കുടുംബമായിരുന്നു. അവരുടെ ആഗ്രഹമായിരുന്നു, ഒരു ടാലൻ്റ് ആയിരുന്നു, ആർട്ടിലുള്ള ടാലൻറ്റ് കാണിക്കണം എന്നുള്ളത് അല്ലേ. അതിന് ടോസ് ഇട്ട് അതിലൊരാളാണ് മൈൻഡിൽ പോയി, ഒരാൾ അക്കാദമി പഠിക്കാൻ പോയി. അക്കാദമി പഠിച്ച് തിരിച്ചു വന്നപ്പോഴത്തേനും മറ്റേ ആളെ ആഗ്രഹങ്ങളൊക്കെ കുഴിച്ച് മൂടപ്പെട്ടു പോയി അല്ലേ. കാരണം അയാൾക്ക് ഒരു ബ്രഷ് പിടിക്കാനുള്ള കഴിവും കൂടി പിന്നെ അതിലേക്ക് വന്നില്ല. മൈൻഡിൽ പണിയെടുത്ത് കൈകളൊക്കെ നുറുങ്ങി ഇതായിപ്പോയി അല്ലേ. അപ്പം ആ ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ ആ ഹാൻഡാണ് എന്ത്, ദ പ്രേയിങ് ഹാൻഡ് എന്നുള്ള രീതിയിൽ ഇവിടെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നന്നായി ചാപ്റ്റർ വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ.